ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വെൽത്ത് മാസ്റ്റർ ഗോവിന്ദൻ. മിക്ക ആളുകളും കരുതുന്നത് സാമ്പത്തിക ആസൂത്രണം ആസ്തികൾ കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ചാണ് എന്നാണ്. എന്നാൽ സത്യം അല്ല. വരുമാനമില്ലാത്ത ആസ്തികൾ ഒരു ബാധ്യത തന്നെയാണ്. ഒരു വലിയ തുകയോ സ്ഥിര വരുമാനമോ ഉപേക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? ആളുകളിൽ കാണുന്ന ഏറ്റവും വലിയ തെറ്റ് വരുമാന ശേഖരണത്തിന് പകരം ആസ്തി ശേഖരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ്. പലർക്കും സ്വത്ത് സ്വന്തമാക്കിയിട്ടുണ്ട്, പക്ഷേ അതിന്റെ മെയിൻ്റനൻസുമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നു. പലർക്കും ഓഹരികൾ കൈവശമുണ്ട്, പക്ഷേ വിപണിയിലെ ചാഞ്ചാട്ടം അവരെ ആശങ്കപ്പെടുത്തുന്നു. ചിലരാണെങ്കിലോ മാറ്റങ്ങളിൽ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ പെൻഷനിൽ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം ഫിനാൻഷ്യൽ തിയറി ആയിട്ട് കണക്കാക്കാം. എന്നാൽ അസറ്റിനെ അല്ലെങ്കിൽ ഇൻകത്തിനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോഴാണ് അത് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആയി മാറുന്നത്. സമ്മർദ്ദരഹിതമായ ഒരു വിരമിക്കൽ ഉറപ്പാക്കാൻ 6 വരുമാന സ്രോതസ്സുകൾ ആവശ്യമാണ്. എന്നാൽ സത്യം മിക്കവർക്കും 5 എണ്ണം മാത്രമേ ഉള്ളൂ എന്നതാണ്. ഈ 6 സ്രോതസ്സുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഇൻകം ഫ്രം ഇൻട്രസ്റ്റ്, നമ്മൾ ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇൻകം. അതുപോലെ തന്നെ ഇൻകം ഫ്രം പെൻഷൻ, ഇൻകം ഫ്രം പ്രോപ്പർട്ടി, നമുക്ക് റിയൽ എസ്റ്റേറ്റ് അത്തരമുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അതിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതും ഒരു നമുക്കുണ്ടാവുന്ന ഒരു സ്രോതസ്സാണ്. അതുപോലെ തന്നെ ഇൻകം ഫ്രം ഇക്വിറ്റീസ്, ഷെയർസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നത്. ഇൻകം ഫ്രം ബോൺസ്, ഇതിൽ നിന്നും നമുക്ക് ഇങ്ങനെ 5 കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഇൻകം ഫ്രം ആന്വിറ്റി അല്ലെങ്കിൽ ഒരു എൻഡോമെന്റ് പ്ലാൻ, അതായത് സെക്യൂർ ആയിട്ടുള്ള നിങ്ങളുടെ ഇൻകത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്രോതസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നർത്ഥം. ബാക്കി 5 കാര്യങ്ങളും ഉണ്ടെങ്കിലും ഈ ഒരു ലാസ്റ്റ് പറഞ്ഞ ഈ ഒരു ഇൻകം ഫ്രം ആന്വിറ്റിയോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി, നമ്മുടെ ഇൻകത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻകം നമുക്കില്ലെങ്കിൽ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്രോതസ്സുകൾ ഏതൊക്കെയാണോ ഉള്ളതെന്നും ഇല്ലാത്തത് ഈ പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങൾക്കുണ്ടോ എന്നും താഴെ കമന്റ് ചെയ്യുക. നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്കും ഗൈഡൻസിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ.